4 പതിറ്റാണ്ടായി നാടുകാണാതെ ജീവിക്കുകയായിരുന്ന മലയാളി പ്രവാസിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കോൺസുലേറ്റും സാമൂഹ്യ പ്രവർത്തകരും അബ്ദുള്ള ഉസ്മാൻ എന്ന ബാപ്പുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്. മീഡിയ വണിന്റെ വീക്കെൻഡ് അറേബ്യ പ്രോഗ്രാം ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നിരുന്നു. 40 വർഷമായി നാട്ടിൽ പോവാതെ ദുബൈയിൽ കഴിയുകയായിരുന്ന തൃശൂർ അണ്ടത്തോട് സ്വദേശി ബാപ്പുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഊരും പേരും അറിയാതെ ദുബൈയിൽ രോഗാവസ്ഥയിൽ കഴിയുകയായിരുന്ന ഇദ്ദേഹത്തിന്റെ കഥനകഥ ആദ്യമായി മീഡിയ വണിന്റെ വീക്കെൻഡ് അറേബ്യയായിരുന്നു പുറത്തു കൊണ്ടുവന്നത്. സെപ്റ്റംബർ 5 മീഡിയ വണിലെ ആദ്യ വാർത്തയെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകളാണ് മീഡിയ വണിനെ തേടിയെത്തിയത്. എന്നാൽ അവസാനം പാസ്പോർട്ടിൽ അബ്ദുള്ള ഉസ്മാൻ എന്ന പേരുള്ള താൻ തൃശൂർ അണ്ടത്തോട് സ്വദേശി ബാപ്പുട്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. 26 വർഷമായി പരിചയമുള്ള തിരൂർ സ്വദേശി ഖാലിദ് പലതവണ ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിയതായി മീഡിയ വണ്ണിനോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബന്ധുക്കളെ കണ്ടെത്താനാവാതെ നിരാശപ്പെടുകയായിരുന്നു. മീഡിയ വണ്ണിലൂടെ സംഭവം പുറംലോകമറിഞ്ഞതോടെ സമാനാനുഭവമുള്ള നിരവധി കുടുംബങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ചറിയാൻ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ബാപ്പുട്ടിയുടെ പുതിയ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നത്. ഇപ്പോൾ ദുബായ് കോൺസുലേറ്റും ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങിയതോടെ വൈകാതെ തന്നെ ബാപ്പുട്ടിയെ നാട്ടിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ വൺ, ദുബായ്. 2 മാസം നീണ്ടുനിന്ന ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണം വൈകുന്നു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക ടെന്റുകളിലും തകർന്ന കെട്ടിടങ്ങളിലുമാണ് കഴിയുന്നത്. ഗസ പുനർനിർമ്മാണ സമ്മേളനങ്ങളും ചർച്ചകളും തുടരുമ്പോഴും ഗുണഭോക്താക്കളാകേണ്ട ഗസക്കാർ ഇപ്പോഴും യുദ്ധം വിതച്ച ദുരിതങ്ങളിൽ നിന്നും കരകയറാനാകാതെയാണ് കഴിയുന്നത്. ചർച്ചകളും സമ്മേളന തീരുമാനങ്ങളും പ്രായോഗിക രൂപം കൈവരിക്കുന്നതിനെടുക്കുന്ന താമസമാണ് ഗസ നിവാസികളുടെ ദുരിതം ഇരട്ടിപ്പിക്കുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന വീടുകളിൽ ജീവൻ പണയം വെച്ചാണ് പലരും കഴിയുന്നത്. താമസക്കാർ പൂർണ്ണമായും കൊല്ലപ്പെട്ട വീടുകളും നിരവധിയാണ്. നിരവധി വീടുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അയൽപ്പക്ക ബന്ധങ്ങളും മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇനി പൂർവ്വസ്ഥിതിയിലാകുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് പലരും. والله احنا بنتمنى انها تكون في اسرع وقت، بنتمنى انها تكون عمليه الاعمار في اسرع وقت، بس احنا في شغلات يعني بتقلقنا وخوفين لانه في ناس من 2008 بنحس انها لسه مش لحد الان مش مخلصين اعمار او. കഴിഞ്ഞ ദിവസം കൈറോയിൽ ചേർന്ന ഗസ പുനർനിർമ്മാണ സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രങ്ങൾ $5 ബില്യൺ ഗസക്കായി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഗസ അതിർത്തിയിൽ നിർമ്മാണ സാമഗ്രികൾ കടത്തിവിടുന്നതിലും മറ്റുമുള്ള ഇസ്രായേൽ കടുംപിടുത്തം മൂലം ഈ തുക പോലും ഫലപ്രദമായി വിനിയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് പലസ്തീൻ അതോറിറ്റി. ايش اللي دخل الشمنتو هذا؟ لبيت واحد يعني بده يدخل الشمنتو. طب عندك آلاف البيوت المدمرة. السجعية كلها هي مدمرة، ما فيش بيت فيها خالي، بيت واحد ما فيش فيها خالي بالمرة. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. സൗദിയിലെ ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യ പദ്ധതിയായ റിയാദ് മെട്രോയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 84 ബില്യൺ റിയാൽ ചെലവ് വരുന്ന പദ്ധതി ലോകത്തെ ഏറ്റവും ചെലവേറിയ ഗതാഗത പദ്ധതിയാണ്. 6 ലൈനുകളുള്ള മെട്രോ റെയിൽ സംവിധാനം 176 കിലോമീറ്ററാണുള്ളത്. 85 സ്റ്റേഷനുകൾ ഉണ്ടാകും. വൈദ്യുതീകരിച്ച റെയിൽവേ ലൈനുകളിൽ ഡ്രൈവർമാരില്ലാത്ത ട്രെയിനുകളാണ് ഓടുക. റിയാദ് നഗരത്തിൽ 5000-ലേറെ തൊഴിലാളികളാണ് പാത നിർമ്മാണത്തിന് മുന്നോടിയായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ 55,000 വിദേശ തൊഴിലാളികൾക്ക് വിസ അനുവദിച്ചു കഴിഞ്ഞു. റിയാദിൽ ഇപ്പോൾ 57 ലക്ഷമാണ് ജനസംഖ്യ. 2030-ൽ ഇത് 83 ലക്ഷമാവുമെന്നാണ് കരുതുന്നത്. ഇതോടെ നഗരത്തിൽ 8 ലക്ഷം കാറുകൾ ഉണ്ടാവുമെന്നാണ് റിയാദ് ഡെവലപ്മെന്റ് അതോറിറ്റി കണക്കുകൂട്ടുന്നത്. ഇത് കടുത്ത ഗതാഗത കുരുക്കിനും അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകും. മെട്രോ യാഥാർത്ഥ്യമാവുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് റിയാദ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പ്രതീക്ഷ. المشروع سيؤدي إلى نقلة نوعية في المدينة وسيساهم على تقليل زحمة المرور، وأيضا سيضع مدينة الرياض من ضمن مصاف المدن المتقدمة. يعتبر مشروع جبار لأنه المشروع الأكبر في المملكة العربية السعودية. $22.5 ബില്യൺ പദ്ധതിക്ക് വേണ്ടി സൗദി ഭരണകൂടം വകയിരുത്തിയത്. US കമ്പനിയായ ബെച്ചൽ, സ്പാനിഷ് കമ്പനിയായ ഫെമൻഡോ, ഇറ്റാലിയൻ കമ്പനിയായ അൻസാൾഡോ എന്നിവ നേതൃത്വം നൽകുന്ന കൺസോർഷ്യങ്ങൾക്കാണ് നിർമ്മാണ ചുമതല. 2019-ൽ മെട്രോ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷ. മെട്രോയുടെ 400 മീറ്ററിലധികം ദൂരത്ത് താമസിക്കുന്നവർക്ക് സൗജന്യ ടാക്സി സംവിധാനവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. അൽ ഐൻ വ്യവസായ മേഖലയിൽ അൽ മുനിസിപ്പാലിറ്റിയുടെ ടയർ ഗോഡൌൺ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. രാവിലെ 10 മണിക്ക് തുടങ്ങിയ തീ വൈകുന്നേരം 5 മണിയോടെ നിയന്ത്രണ വിധേയമാക്കി. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും കഠിന പ്രയത്നം കൊണ്ട് ഗോഡൌണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാർ ഷോറൂമുകളിലേക്കും മറ്റു മേഖലകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തീ പടർന്ന സമയത്ത് ജോലിക്കാരെല്ലാം പുറത്തേക്ക് രക്ഷപ്പെട്ടതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവാക്കാനായി. അപകട കാരണം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് കരുതുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒരേ സമയം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ
സ്ഥാനാർബുദ പരിശോധന സംഘടിപ്പിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ് ഇനി VPS ഹെൽത്ത് കെയറിന് സ്വന്തം. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിക്കാണ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. ഒരേ സമയം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ സ്വയം സ്ഥാനാർബുദ പരിശോധന സംഘടിപ്പിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡാണ് VPS ഹെൽത്ത് കെയറിന് ലഭിച്ചത്. അബുദാബി സായിദ് യൂണിവേഴ്സിറ്റി കൺവെൻഷൻ സെന്ററിൽ ഒക്ടോബർ 15 നടന്ന പരിപാടിയിൽ 971 സ്ത്രീകളാണ് പങ്കെടുത്തത്. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. UAE അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് മന്ത്രി ഷെയ്ഖ ലുബ്ന ബിന്ത് ഖാലിദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിലായിരുന്നു പരിപാടി. പോളണ്ടിലെ വാഴ്സോയിൽ 380 സ്ത്രീകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഇതിനു മുമ്പ് റെക്കോർഡ് ബുക്കിൽ. UAEയിൽ സ്ഥാനാർബുദ രോഗികൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ബോധവൽക്കരണ ആവശ്യാർത്ഥം പരിപാടി നടത്തിയതെന്ന് VPS ഹെൽത്ത് കെയർ ഡയഗ്നോസ്റ്റിക് സർവീസസ് CEO വിനയ് ബത്ര പറഞ്ഞു. അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് UAEയിൽ രോഗം കണ്ടെത്തുന്നത്. ഇതിനാൽ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നേരത്തെ കണ്ടെത്താൻ കഴിയുന്നതിനാൽ രോഗം ഭേദമാക്കാൻ കഴിയുന്നുണ്ട്. രോഗമുണ്ടാകുമെന്ന ഭയത്താലാണ് പല സ്ത്രീകളും പരിശോധന നടത്താൻ മടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബോധവൽക്കരണ ക്യാമ്പയിനുകളിലൂടെ സ്ത്രീകളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 അബുദാബി. കേരളത്തിൽ കാർഷിക മേഖലയിൽ മുതൽ മുടക്കാൻ താൽപര്യമുള്ള പ്രവാസി നിക്ഷേപകർക്ക് സർക്കാർ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ പറഞ്ഞു. 2016 കേരളത്തെ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റി പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. പ്രവാസി സംരംഭകരെ കൂടി കാർഷിക രംഗത്തേക്ക് ഇറക്കി കേരളത്തിന്റെ കാർഷിക പുരോഗതി ഉറപ്പിക്കാനാണ് കൃഷിവകുപ്പിന്റെ ശ്രമമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ ദോഹയിൽ പറഞ്ഞു. പ്രവാസി സംരംഭകർക്കായി ദോഹയിൽ നടത്തുന്ന കാർഷിക സംരംഭക ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. സംരംഭകരെ ആകർഷിച്ച് കേരളത്തെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാക്കാൻ കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നതായും മന്ത്രി പറഞ്ഞു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും കൂടുതൽ 2016 അവസാനിക്കുന്നതോടുകൂടി പച്ചക്കറിയിൽ സമ്പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തത നേടും. ജൈവ കാർഷിക സംസ്ഥാനവുമാക്കി മാറ്റും. സന്നദ്ധരായ സംരംഭകരെ നവംബർ 6-7 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഗ്ലോബൽ എൻവയോൺമെന്റ് മീറ്റിൽ പങ്കെടുപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് പുറത്ത് കൃഷിവകുപ്പ് നടത്തുന്ന ആദ്യത്തെ ശില്പശാലയാണ് ദോഹയിലേത്. കൃഷിവകുപ്പിലെയും മൃഗസംരക്ഷണ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പ്രവാസി നിക്ഷേപകരുമായി സംവദിക്കുന്നുണ്ട്. അബുഹമൂറിലെ ബിർള പബ്ലിക് സ്കൂളിൽ നടക്കുന്ന പരിപാടി നാളെയും തുടരും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തറിൽ ഇന്നു മുതൽ ആരംഭിച്ച ഗിഫ് അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിനായി വൻ ഒരുക്കങ്ങളാണ് വിവിധ ടീമുകൾ നടത്തിയിരിക്കുന്നത്. പ്രമുഖ പരിശീലകരെ നാട്ടിൽ നിന്ന് വരുത്തിയാണ് പല ടീമുകളും കളിക്കാർക്ക് പരിശീലനം നൽകിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 19 ടീമുകൾ അണിനിരക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഖത്തറിൽ ഇന്ന് തുടക്കമായത്. ഇതിനായി പ്രമുഖ പരിശീലകരെയാണ് ടീമുകൾ രംഗത്തിറക്കിയത്. SBT കോച്ച് നജീബിനെയാണ് KMCC മലപ്പുറം ജില്ലാ ടീം നാട്ടിൽ നിന്ന് വരുത്തിയത്. ശാസ്ത്രീയമായി പരിശീലനം നൽകിയാൽ പ്രവാസികളിൽ നിന്ന് മികച്ച കളിക്കാരെ സംഭാവന ചെയ്യാനാകുമെന്ന് അദ്ദേഹം മീഡിയ 1 പറഞ്ഞു. പല നല്ല കളിക്കാരും ഉപജീവന മാർഗത്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നവരാണ് പലരും. അവരുടെയൊക്കെ കളികൾ അത്യാവശ്യം കളിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കളിക്കുന്ന കളിക്കാരുടെ നിലവാരത്തിലേക്കൊക്കെ അവരുണ്ട്. പക്ഷേ പ്രാക്ടീസിൻ്റെ അഭാവം മാത്രമാണ് അവർക്ക് വലിയ കളിക്കാരനാവാൻ കഴിയാത്തത്. ഖത്തറിലെ വക്ര സ്റ്റേഡിയത്തിലാണ് ടീമുകൾ പരിശീലനം നേടുന്നത്. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം രാത്രിയിലാണ് ടീമുകളുടെ പരിശീലനം. KMCCക്ക് പുറമെ മാക് ഖത്തർ, മംബാക്ക്, വിവിധ ജില്ലാ ടീമുകൾ എന്നിവയും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 24 വൈകിട്ട് 7 മണിക്ക് ദോഹ സ്റ്റേഡിയത്തിൽ കിഫ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. മെച്ചപ്പെട്ട കളിക്കളങ്ങളില്ലാത്തതാണ് കേരളത്തിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ നേരിടുന്ന വെല്ലുവിളിയെന്ന് SBT പരിശീലകനായ മുഹമ്മദ് നജീബ് പറഞ്ഞു. ഖത്തറിൽ നടക്കുന്ന കിഫ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കളിക്കാർക്ക് പരിശീലനം നൽകാനാണ് നജീബ് ദോഹയിലെത്തിയത്. നിലവാരമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉറപ്പുവരുത്താനായാൽ മികച്ച കളിക്കാരെ വാർത്തെടുക്കാനാകുമെന്നും അദ്ദേഹം മീഡിയ 1 പറഞ്ഞു. ഒരു ഗ്രൗണ്ടിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. അൺഇവൻസ് ഗ്രൗണ്ട്, പാറ പോലത്തെ ഗ്രൗണ്ട്, ബോൾ വീണ് കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യുന്ന വേറെ സ്ഥലത്തേക്ക്, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എവിടെ ഫുട്ബോൾ കളിപ്പിച്ചു നന്നാക്കാനാണ്? നമ്മൾ ആദ്യം വേണ്ടത് ഗ്രൗണ്ടുകളാണ്. നമ്മുടെ നാട്ടിൽ ഈ ഫുട്ബോൾ വളർത്താനും സച്ചിന് വരാനും എല്ലാം ഈ ഇപ്പോൾ സച്ചിൻ വന്നുകൊണ്ട് ഫുട്ബോൾ വളരുന്നൊക്കെ വളരെയധികം ആകാംക്ഷയോടുകൂടി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫുട്ബോളിനെ കുറിച്ചുള്ള അജ്ഞത അവിടെ എനിക്ക് കാണാനാണ് എനിക്ക് കഴിഞ്ഞത്. അതല്ല ആവശ്യം. നമുക്ക് ആദ്യം വേണ്ടത് ശരിക്കും കുട്ടികൾ കളിക്കാൻ വേണ്ടത് ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഏത് ഗ്രൗണ്ടിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ആ പരിശീലനത്തിൻ്റെ ഗുണം അവിടെ കാണാൻ കഴിയും.
2022 ലോകകപ്പ് ഖത്തറിന് ലഭിച്ചതിന് പിന്നിൽ GCC രാഷ്ട്രങ്ങളുടെ സംയുക്ത ശ്രമം പ്രധാന പങ്ക് വഹിച്ചതായി GCC ഇൻഫർമേഷൻ മന്ത്രിമാരുടെ യോഗം അഭിപ്രായപ്പെട്ടു. ഖത്തറിൽ നടത്താൻ തീരുമാനിച്ച ലോകകപ്പ് അവിടെ നടക്കണം. ഇതുവരെ ഖത്തറിനൊപ്പം ഉറച്ചുനിന്ന GCC അംഗരാജ്യങ്ങൾ ഇനിയും ഖത്തറിന് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നും യോഗം വ്യക്തമാക്കി. കുവൈത്തിൽ സമാപിച്ച യോഗം പശ്ചാത്തല മാധ്യമങ്ങൾ നടത്തുന്ന കുപ്രചാരണങ്ങളെ തടയിടാനുള്ള പദ്ധതികൾ GCC അംഗരാജ്യങ്ങൾ സംയുക്തമായി നടത്തണമെന്നും ആവശ്യപ്പെട്ടു. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഖത്തറിൽ നിന്നും മാറ്റണമെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്ന് ദക്ഷിണ കൊറിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഉപമേധാവി ദോങ് ദ കിം വ്യക്തമാക്കി. ഖത്തറിനെതിരായ പ്രചാരണങ്ങൾക്ക് പിന്നിൽ യൂറോപ്യൻ ലോബിയാണെന്നും കിം കുറ്റപ്പെടുത്തി. 4 വർഷം മുമ്പ് നടന്ന ഫിഫ യോഗത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം അംഗീകരിച്ചാണ് ഖത്തറിന് 2022 ലോകകപ്പ് വേദി നൽകിയത്. അന്നു മുതൽ തന്നെ ഖത്തർ തുടങ്ങിയ ഒരുക്കങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ദക്ഷിണ കൊറിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഉപമേധാവി ദോങ് ദാം കിം പറഞ്ഞു. ലോകകപ്പ് വേദിയുമായി ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ അദ്ദേഹം യൂറോപ്യൻ പ്രചാരവേലയാണിതെന്നും കുറ്റപ്പെടുത്തി. ലോകകപ്പ് എങ്ങനെയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള തന്ത്രം വിജയിക്കില്ലെന്നാണ് കിം അഭിപ്രായപ്പെട്ടത്. ഫിഫ തീരുമാനിച്ചു നൽകിയ ലോകകപ്പ് വേദിയുടെ മാറ്റത്തിനുള്ള സാധ്യത പോലും ഇപ്പോഴില്ലെന്നും കിം പറഞ്ഞു. ഏതു സമയത്ത് കളി നടത്തണമെന്ന കാര്യം മാത്രമാണ് ഇനി ഫിഫ തീരുമാനിക്കേണ്ടത്. ദോഹ ലോകകപ്പിന് 8 വർഷം ബാക്കിയുണ്ടായിട്ടും അത്ഭുതകരമായ മുന്നൊരുക്കങ്ങൾ ഖത്തറിൽ നടക്കുന്നതായി തനിക്ക് ബോധ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. നാട്ടിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സ്വന്തം ചെലവിൽ റോഡ് നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് ഒരു ബ്രിട്ടീഷ് പൗരൻ. എന്നാൽ ഇതുവഴി യാത്ര സൗജന്യമൊന്നുമല്ല. നിർമ്മാണത്തിന് ചിലവായ തുക തിരിച്ചെടുക്കാൻ ടോൾ പിരിവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ ബ്രിസ്റ്റളിലാണ് ഈ സംഭവം. ഈ വർഷം ആദ്യമുണ്ടായ ഉരുൾപൊട്ടലിൽ ബ്രിസ്റ്റളും ബാത്തുമായുള്ള റോഡ് തകർന്നു. ഗതാഗതം താറുമാറായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അധികൃതർക്കായില്ല. പ്രധാന പാതയായതുകൊണ്ട് തന്നെ ഉടൻ ശരിയാകുമെന്ന് കരുതി കാത്തിരുന്ന യാത്രക്കാരാവട്ടെ ഗതികേടിലുമായി. പകരം സംവിധാനം വഴി യാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ടത് ഇരട്ടി ദൂരവും. പാത പുനർനിർമ്മിക്കുന്നതുവരെ പകരം സംവിധാനമുണ്ടാക്കാൻ മൈക്ക് വാട്സ് ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെയാണ്. റോഡിനുള്ള അനുമതിക്കും നിർമ്മാണത്തിനുമായി വാട്സിന് ചെലവായത് 3 ലക്ഷം പൗണ്ട്. ഇത് പിരിച്ചെടുക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ബൂത്തുണ്ട്. 2 പൗണ്ടാണ് ടോൾ. ചുരുങ്ങിയത് 1200 വാഹനങ്ങളെങ്കിലും ദിവസേന വാട്സിന്റെ പാത ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് അധികം വൈകാതെ പിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാട്സ് പറഞ്ഞു. This was not about making money. This was about helping communities, not least of all myself, because I lived just the other side of the landslip here, Bristol side, and I work in Bath, and it was a nightmare every morning. പ്രധാന പാതയുടെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മാത്രമേ ഈ റോഡ് വഴി ഗതാഗതം അനുവദിക്കുകയുള്ളൂവെന്നും വാട്സ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.